അഭിലാഷ് ഒരു കൈ തരട്ടെ. ഒരു കൈ വലിയ ചർച്ചയായ സ്ഥലമാണ്. ഒരു കൈയല്ല, രണ്ട് കൈ. പാലക്കാട്ടേക്ക് വന്നാൽ എന്ത് രസകരമായിരുന്നു. നമ്മൾ ഇന്നലെ വൈകിട്ട് പറഞ്ഞാണ് രസകരമാണ്, മൊത്തത്തിൽ രസകരമാണ് പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് ചിത്രമെന്ന് നമ്മൾ കണ്ടത്. ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ്, ഇങ്ങനെ ഒരു പ്രചാരണം നമ്മൾ കണ്ടു. ഓരോ ദിവസവും ഓരോ വാർത്തകൾ, അങ്ങനെ സംഭവ ബഹുലമായിരുന്നു. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിന്റെ പരിച്ഛേദമായി യഥാർത്ഥത്തിൽ പാലക്കാട് മാറുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയമാണ് 2016, 2026 നമ്മളെ കാത്തിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ വളരെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കേരള രാഷ്ട്രീയത്തിലുണ്ട്. അതുകൊണ്ടാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് ഒരു കേവല നിയമസഭാ മണ്ഡലം, 1.5 വർഷത്തേക്കുള്ള MLA എന്നുള്ളതിനപ്പുറത്ത് കേരള രാഷ്ട്രീയം എങ്ങോട്ട് തിരിയുന്നു എന്നതിന്റെ സൂചന, ഒരു ചൂണ്ട് പലകയാകാൻ പാലക്കാടിന് കഴിയും. അതിനപ്പുറത്ത് ഇന്നലെ പറഞ്ഞ പോലെ ഒന്നുകൂടി പറയാം, അത് കോൺഗ്രസിന്റെ ഭാവി എന്താണ് കേരളത്തിൽ എന്നതിന്റെ ഒരു മറുപടി കൂടിയാണ് എന്ന അർത്ഥത്തിൽ നമുക്കത് വിലയിരുത്തിയാലും തെറ്റില്ല. കോൺഗ്രസ് ലീഡർഷിപ്പിൽ ഇനി ആരൊക്കെ എങ്ങനെയൊക്കെ കരുത്താർജിക്കും, അതോ കരുത്ത് ചോർന്നു പോകുമോ എന്നതിന്റെ മറുപടി കൂടി പാലക്കാട്ടെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിന് അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതുകൊണ്ട് പരീക്ഷണമാണ്, തന്റെ തന്നെ വിധിയെഴുത്താണ് എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞ ഒരു വന്നത്. സർക്കാരിന്റെ വിലയിരുത്തലാണ് എന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാണോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. അപ്പോൾ പ്രതിപക്ഷം പരാജയപ്പെട്ടാലോ എന്ന ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറയുന്നത് അതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്തം എനിക്കാണ് എന്നാണ്. ജയിച്ചാൽ അതിന് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്, അതൊരു ടീം വർക്കിന്റെ ഭാഗമാണ് എന്നും പറയുന്നു. പക്ഷെ തോറ്റാൽ അതിന്റെ ഉത്തരവാദിത്തം എനിക്കാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. പാർട്ടിയിൽ പലയിടത്തും പല മുള്ളുകളും പൊങ്ങി പൊങ്ങി വരുന്നത് കാണുന്നുണ്ട് അദ്ദേഹം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പാലക്കാട് ജനവിധി അത് വി.ഡി. സതീശനും പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിനും കൂടിയാണ്. ചേലക്കരയിൽ എത്രത്തോളം വലിയ പോരാട്ടം മുന്നോട്ട് വെക്കാൻ കഴിയും, പാലക്കാട് നിലനിർത്താൻ കഴിയുമോ, നിലനിർത്താൻ കഴിയില്ലെങ്കിൽ കേൾക്കേണ്ടി വരുന്ന പഴി സ്വന്തം ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസിന് 1.5 വർഷക്കാലത്തിന് ശേഷം കേരള രാഷ്ട്രീയം എങ്ങോട്ട് തിരിയും എന്നത് സംബന്ധിച്ച് സർക്കാരിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ചേലക്കര 1996 മുതൽ ഇടതുമുന്നണി മാത്രം വിജയിച്ചിട്ടുള്ള മണ്ഡലം, അതും 2001 കേരളം കടപുഴക്കിയ UDF കാറ്റിൽ പോലും ഇടതുമുന്നണിയോടൊപ്പം നിന്നിട്ടുള്ള മണ്ഡലമാണ് ചേലക്കര. ആ ചേലക്കര പരാജയപ്പെട്ടാൽ അത് കൃത്യമായി സർക്കാരിനെതിരെയുള്ള ഒരു വലിയ വേവ് കേരളത്തിൽ ഉണ്ട് എന്നതിന്റെ സൂചനയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും, അതായത് UDF തരംഗം ആഞ്ഞടിച്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും 5000-ൽ പരം വോട്ടുകൾക്ക് LDFന് ലീഡ് കൊടുത്ത കേരളത്തിലെ ആകെ 19 അസംബ്ലി സെഗ്മെന്റുകളിലെ LDF മുമ്പിലുള്ള അതിലൊന്നാണ് ഈ ചേലക്കര. ആ ചേലക്കര കൈവിടുകയാണെങ്കിൽ അതിശക്തമായ സർക്കാർ വിരുദ്ധ തരംഗമുണ്ട്.